ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെറ്റിനകത്ത് ഒരു സെറ്റ് ഇരിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സെറ്റായിട്ടാണോ ഇരുന്നത്? സെറ്റ് മിസ്സാ. അതെ, നിങ്ങൾ എങ്ങനെ നിങ്ങൾ അറിയും ഇത് സെറ്റാണോ അതോ നിങ്ങളുടെ സെറ്റിന്റെ സെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവണടാ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മറ്റേ ഡമ്മി ക്യാമറ മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടോ അറിയാണ്ട്? അത് സെറ്റിന്റെ സെറ്റ് അല്ലേ? അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. സെറ്റായോ? എന്റെ മനസ്സിൽ മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. നമുക്കറിയാലോ നമ്മൾ സെറ്റിന്റെ പുറത്തുനിന്നുള്ള അതെങ്ങനെയാ സെറ്റാണെന്ന് മനസ്സിലാവും. നമ്മൾ സെറ്റിന്റെ പുറത്തുനിന്നാണല്ലോ നമ്മൾ പുറത്തേക്ക് കയറണേ. ഇപ്പൊ ഇതൊരു സെറ്റാണ്, അതിന്റെ അകത്ത് വേറൊരു സെറ്റ്. അപ്പൊ ഈ സെറ്റിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പൊ അറിയാണ്ട് ഈ സെറ്റിൽ പോയി നിങ്ങൾ സെറ്റാണെന്ന് വിചാരിച്ച് സെറ്റ് ആയിട്ടുണ്ടോ? അതല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയാ? സെറ്റില്. ഞാനും. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ? അതായത് ഇപ്പൊ ഒരു സെറ്റ്, അതിന്റെ അകത്ത് വേറൊരു സെറ്റ് അല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത്? അപ്പം ആ സെറ്റിൽ വേറൊരു ഡയറക്ടർ, ആ സെറ്റിൽ വേറൊരു DOP, ആ സെറ്റിൽ വേറെ ആക്ടേഴ്സ്, ആ സെറ്റിൽ ഒരു ക്യാമറ ലൈറ്റിംഗ് ഉണ്ടാവും. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു സെറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ ആ സെറ്റ് ഈ സെറ്റും കൂടി എങ്ങനെ സെറ്റായി? നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. എന്നെ സംബന്ധിച്ച് ഈ പടത്തിൽ ആക്ച്വലി 4 സിനിമയുടെ ഷൂട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. സിനിമയ്ക്കുള്ളിൽ ആ 4 സിനിമ എന്താണ് റിലീസ്? അപ്പൊ ശരി, മനസ്സിലായില്ലേ? ശ്രീനേഷ് പിടിച്ചോണ്ട് പോ. നീ കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങാൻ